മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. ഈ വീഡിയോ ഇതൊരു ചെറിയ ഫ്ലെക്സ് ബോർഡാണ്, ലൈറ്റ് ബോർഡാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. സാധാരണ നമ്മൾ അലുമിനിയം എൽ ചാനലാണ് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ കുറച്ച് മൾട്ടിവുഡിൻ്റെ വേസ്റ്റ് പീസുകൾ ഉണ്ടാകും, അത് ജോയിൻ ചെയ്തെടുത്ത് ഒരു ബോക്സ് ആക്കി എടുത്താണിത്. എൽ ചാനൽ വെച്ച് ഫ്രെയിം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. 3 അടി നീളവും 2 അടി വീതിയും 6 ഇഞ്ച് വിടുത്താണ് ഇതിൻ്റെ സൈസ്. ഫ്ലക്സ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാധാരണ ഫ്ലക്സ് അല്ല, ലൈറ്റ് ബോർഡിനായിട്ട് സെപ്പറേറ്റ് ഫ്ലക്സ് ഉണ്ട്. അകത്ത് നമ്മൾ ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്ലക്സ് തന്നെ ചെയ്യിക്കണം. സാധാരണ ഫ്ലക്സിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് കുറവായിരിക്കും. സൈഡും അതുപോലെ തന്നെ ബാക്കും കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സൈഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഫ്ലക്സ് എടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറഞ്ഞ റേറ്റ് ഇതിന് വരുന്നുള്ളൂ. അകത്ത് ലൈറ്റ് കൊടുക്കാനായിട്ട് 2 അടിയുടെ ഒരു LED ട്യൂബ് കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ബോർഡർ കൊടുക്കാനായിട്ട് എൽ ചാനൽ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫ്ലക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കും സൈഡും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് ഇവിടെ ഫ്ലക്സ് ഹൂക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഹൂക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഇറച്ചി കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സസ് വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കോർണറിൽ നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ കോർണറും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലക്സ് ഒട്ടിച്ചപ്പോൾ ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ട്യൂബിൻ്റെ കണക്ഷൻ കൂടി കൊടുക്കാം. വയറിടാനായിട്ട് സൈഡിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. LED ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. LED ആയിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഫിറ്റ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ വെളിച്ചം 4 സൈഡിലേക്കും കറക്റ്റായിട്ട് സ്പ്രെഡ് ആവുന്നുള്ളൂ. ട്യൂബിൻ്റെ ഹുക്ക് രണ്ടും പിടിപ്പിച്ച് കൊടുക്കാം. LED ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് ഒന്ന് വെച്ച് നോക്കാം. ഓക്കെയാണ്. ലൈറ്റ് ഏകദേശം സെൻറ്റർ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെക്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനു മുമ്പായി ട്യൂബ് ഇളകി പോകാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ കൂടെ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്ലെക്സിൻ്റെ ടോപ്പിലായിട്ട് നല്ല രീതിയിൽ ലെവലായി തന്നെ ഫ്ലെക്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. താഴ്ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കാം. താഴ്ഭാഗം അടിഭാഗം നമ്മൾ നല്ല രീതിയിൽ തന്നെ വലിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സൈഡ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ വലിച്ചൊട്ടിക്കുക, അല്ലെങ്കിൽ ചുളികൾ ഉണ്ടാകുന്നതാണ്. നമുക്കൊന്നുകൂടെ വലിച്ചൊട്ടിച്ചു കൊടുക്കാം. എക്സസ് വന്ന ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലക്സ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിലായിട്ട് ബോർഡർ കൂടി കൊടുക്കാം. ബോർഡർ വെച്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ബോർഡറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രെയിം ഉറപ്പിക്കാനായിട്ട് സ്ക്രൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ആണി ഉപയോഗിക്കാം. ഒട്ടിക്കരുത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വിട്ടു പോരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലെക്സ് ബോർഡ് റെഡി ആയിട്ടുണ്ട്.
കുറഞ്ഞ ചെലവിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഫ്ലെക്സ് ബോർഡിന്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.